കനിയേണമേ കർത്താവേ, കനിയേണമേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ പുത്രനായ ക്രിസ്തു വരുമ്പോൾ നിത്യജീവൻ്റെ വിരുന്നിന് ഞങ്ങൾ യോഗ്യരായി കാണപ്പെടാനും അവിടുന്ന് നൽകുന്ന സ്വർഗീയ ഭോജനം അനുഭവിക്കാൻ അർഹരാകാനും അങ്ങേ ദിവ്യശക്തിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 25-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് അവരെ വിരുന്നിന് ക്ഷണിക്കുകയും അവരുടെ കണ്ണുനീർ തുടച്ചു മാറ്റുകയും ചെയ്യും. അക്കാലത്ത് ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്, സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചുമാറ്റും. തൻ്റെ ജനത്തിൻ്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കും: ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷയുടെ പ്രത്യാശ, നാം അർപ്പിച്ച ദൈവം. ഇതാ കർത്താവ്, നാം അവിടുത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിൻ്റെ കരം ഈ പർവ്വതത്തിൽ വിശ്രമിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ജനത്തെ രക്ഷിക്കാൻ ഇതാ കർത്താവ് വരുന്നു. അവിടുത്തെ എതിരേൽക്കാൻ ഒരുങ്ങിയവർ അനുഗ്രഹീതരാകുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടുകൂടെ.
മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ടയർ, സിദോൺ എന്നിവിടങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഗലീലി കടലിൻ്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെയിരുന്നു. തത്സമയം മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവൻ്റെ കാൽക്കൽ കിടത്തി. അവനവരെ സുഖപ്പെടുത്തി. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോടുകൂടെയുണ്ട്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സു വരുന്നില്ല. ശിഷ്യന്മാർ ചോദിച്ചു, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കിട്ടും? യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 7, കുറെ ചെറിയ മത്സ്യവുമുണ്ട്. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചിട്ട് അവൻ 7 അപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ശിഷ്യന്മാർ അത് ജനക്കൂട്ടങ്ങൾക്ക് വിളമ്പി. അവർ ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 7 കുട്ടം നിറയെ അവർ ശേഖരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. കർത്താവിൻ്റെ വരവ് നമ്മുടെ കണ്ണുനീർ തുടച്ചു നിൽക്കുന്നതിനുള്ള സമയമായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് കർത്താവ് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൽ പറയുന്ന കാര്യങ്ങൾ, യേശുവിൻ്റെ ആഗമനത്തിൽ മനുഷ്യരുടെ പോരായ്മകൾ, ബലഹീനതകൾ, അവരുടെ കുറ്റങ്ങൾ, അവർക്കെല്ലാം ഒരു തരത്തിൽ ആ പരിഹാരം ലഭിച്ചു. അതായിരുന്നു യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് മനുഷ്യൻ സന്തോഷം അൻവരാക്കിയത്. യേശുവിന് അവരോട് അനുകമ്പ തോന്നി. ഈ അനുകമ്പയും കരുണയും ദൈവസാന്നിധ്യത്തിൻ്റെ ഒരടയാളമായിരുന്നു. ആ ദൈവസാന്നിധ്യത്തിൻ്റെ പൂർണ്ണതയായിരുന്നു യേശുവിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ വരവ് നമുക്ക് എല്ലാ തരത്തിലുള്ള ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള ഈ പോരായ്മകൾ നികത്തി നമ്മുടെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതിനാണ്. അത് തന്നെയാണ് കർത്താവ് രക്ഷിക്കാൻ വരുന്നത്. മനുഷ്യൻ്റെ കണ്ണുനീർ തുടച്ചു നിൽക്കാനാണ്. അങ്ങനെയുള്ള അനുഭവമായിരിക്കണം ക്രിസ്മസ്. അങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള അനുഭവത്തിലേക്ക് നമ്മെ യേശു ക്ഷണിക്കുകയാണ്. നമുക്ക് യേശു എൻ്റെ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ബലിയർപ്പിക്കാം. പ്രിയ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം ഭക്ത്യാദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനും ഹൃദയം നുറുങ്ങിയവരെ സുഖപ്പെടുത്താനും അവിടുന്ന് ലോകത്തിലേക്ക് വന്ന പോലെ നമ്മുടെ ഈ കാലയളവിലും നമുക്ക് എല്ലാവർക്കും അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ തിരുസഭയെ സന്ദർശിക്കുകയും സർവദാ കാത്തുപാലിക്കുകയും ചെയ്യുന്നതിന് കർത്താവിന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുത്തെ സംരക്ഷണത്താൽ നമ്മുടെ ഈ കാലഘട്ടം സമാധാനപൂർണവും ഐശ്വര്യപൂർണമാകട്ടെ എന്ന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗങ്ങൾ ദൂരീകരിക്കുകയും ദാരിദ്ര്യം അകറ്റുകയും എല്ലാ ക്ലേശങ്ങളും ഒഴിവാക്കുകയും ചെയ്യാൻ കർത്താവിന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പീഡനങ്ങളാൽ വലയുന്ന എല്ലാവരെയും അവിടുന്ന് കാരുണ്യപൂർവ്വം മോചിപ്പിക്കാൻ
ഇടവരുത്തട്ടെ എന്ന് കർത്താവിനൊക്കെ അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മൾ ഇന്നത്തെ ദൈവം പ്രത്യേകമായി അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നവർ ബിയാൻഡ്ര ആൻഡിക്കോത്തോ, എഡ്ന പ്രിൻസ്, മറ്റ് നമ്മൾ ഇന്ന് വേർപിരിഞ്ഞ സഹോദരർ ഫ്രാൻസിസ്, സൈമൺ, തോമസ്, ഫിലോമിന, ലോറൻസ്, മറ്റ് കുഞ്ഞിപ്പൈതങ്ങൾ, അവരെ എല്ലാവരെയും ദൈവം കരുണ കാണിച്ച് അവരെ രക്ഷയുടെ പാതയിലേക്ക് നയിച്ച് അവർക്ക് നിത്യവിശ്രമം നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് എല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ദൈവമേകുന്നു ഞാൻ എന്നെ നിൻ തിരുമുൻപിൽ സാദരം നാഥ, നിൻ തിരുവരങ്ങൾക്കായി നന്ദിയായേകുന്നു എൻ ജീവിതം കാഴ്ചയായി നാഥ. ദൈവമേകുന്നു ഞാൻ എന്നെ നിൻ തിരുമുൻപിൽ സാദരം നാഥ, നിൻ തിരുവരങ്ങൾക്കായി നന്ദിയായേകുന്നു എൻ ജീവിതം കാഴ്ചയായി നാഥ. എൻ ചിന്തയിൽ വാക്കിൽ നോക്കിൽ കർമ്മത്തിൽ എല്ലാം നീ നിറയേണമേ. നിൻ മാർഗെ ചരിക്കാൻ കനിവോടെ നിൻ വരം തൂകണേ എന്നിൽ നീ നാഥ. എൻ ചിന്തയിൽ വാക്കിൽ നോക്കിൽ കർമ്മത്തിൽ എല്ലാം നീ നിറയേണമേ. നിൻ മാർഗെ ചരിക്കാൻ കനിവോടെ നിൻ വരം തൂകണേ എന്നിൽ നീ നാഥ. അന്ധനു കാഴ്ച നൽകിയ നാഥ, പാപിയെ സ്നേഹിച്ച നാഥ, പാപിയാമെന്നെയും നീ നയിക്കൂ, ഇടറാതെ വീഴാതെ എന്നും. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ദിവ്യരഹസ്യത്താൽ സ്ഥാപിതമായവ പൂർത്തിയാക്കപ്പെടുന്നതിനും ഞങ്ങളിൽ അങ്ങേ രക്ഷ പ്രബലമാം വിധം നിവർത്തിക്കപ്പെടുന്നതിനും വേണ്ടി ഞങ്ങളുടെ ആരാധന ബലി നിർവിഘ്നം അങ്ങേക്ക് അർപ്പിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങളെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമാഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതി സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അതീശന്മാരോടും സ്വർഗീയസേനത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിൻബലവും ഹോസാന ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ ഹോസാന ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞ പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞ പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങളെ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങളെ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പുമോർത്തുകൊണ്ട് അങ്ങേ തിരുമ്പം നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കുന്നതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട്
ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർ ഞങ്ങളെ പരിശുദ്ധാത്മാവിനായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപദേഷ്ടാ ജെയിംസ് മെത്രാനോടും വൈദികഗണത്തോടും സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമിടാൻ സ്ഥലങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങൾക്കും നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങിയ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ദൈവമേ
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടിതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവാണൻ നല്ല ഇടയൻ, ആകയാൽ കുറവില്ലെനിക്കൊന്നും. പച്ചയായ പുൽമേച്ചിലെന്നെ സമൂഹം ആനയിക്കുന്നു നാഥൻ. കർത്താവാണൻ നല്ല ഇടയൻ, ആകയാൽ കുറവില്ലെനിക്കൊന്നും. പച്ചയായ പുൽമേച്ചിലെന്നെ സമൂഹം ആനയിക്കുന്നു നാഥൻ. നീതിതൻ പാതയിലൂടെ എന്നും നായകാ നീ നയിച്ചിടുകെന്നെ. ശാന്തമായ ജലാശയത്തിങ്കൽ ദേവാ നീ എന്നെ ആനയിക്കേണേ. മൃത്യുവിൻ നിഴൽ വീണ് മയങ്ങും ഇരുൾ മൂടുമി താഴ്വര തന്നിൽ നിത്യനായ നിൻ കൈകളിലേന്തി സാനന്ദം നയിച്ചിടുകന്നേ. എനിക്കിനി തൈലാഭിഷേകം ആത്മാവിൽ അനുയോജ്യമാം ഭോജ്യം. ശത്രുവിൻ്റെ കൺമുന്നിൽ വെച്ചല്ലോ
സുന്ദര സംഗീതമാകും കർത്താവാണ് നല്ല ഇടയൻ, ആകയാൽ കുറവില്ലെനിക്കും. പച്ചയായ പുൽമേച്ചിലിരുന്നെ സമൂഹം ആനയിക്കുന്നു നാഥൻ. ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. നദീനാഥനായ ഞങ്ങളെന്നും സ്തുതിക്കും. നിത്യസംഗീതമാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. ദൈവദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും, സ്വർഗവും ക്രോവേശ്രാഭ്യന്തവും സ്വർഗ സംഗീതം മീട്ടുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ. കാത്തിടൂ നാഥാനിൻ ജനങ്ങളെ, ആശിസേകളെ നിത്യവും. നീ ഭരിക്കുക നിൻ ജനങ്ങളെ, ഉന്നതീവർക്കേകളെ. നിത്യവും ഞങ്ങളങ്ങേ വാഴ്ത്തും, നിൻ പാവനനാമവും സദാ, പാവനനാമവും സദാ. ഇന്നു ഞങ്ങളിൽ പാപമേ ശൈവ നിന്നനുഗ്രഹം നൽകണേ. ആശ്രയിച്ചിവർ തീവ്രമായ നിന്നും കാരുണ്യം പുൽകുവാൻ അർപ്പിച്ചു നിന്നിലാശ സർവവും. ലേശം ലജ്ജിക്കയില്ല ഞാൻ, ലേശം ലജ്ജിക്കയില്ല ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങേ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തിന്മകളിൽ നിന്ന് മോചിതരായ ഞങ്ങളെ ഈ ദിവ്യമായ പോഷണദ്രവ്യങ്ങൾ ആസന്നമാകുന്ന തിരുനാളിന് ഒരുക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. മരിയാമ്പികേ വരദായികേ, ആശ്രയം നീ വിമലാംബികേ. കടലാമാഴിയിൽ അലയും മക്കൾ തൻ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ. മരിയാമ്പികേ വരദായികേ, ആശ്രയം നീയേ വിമലാംബികേ. കടലാ
കരുതുന്ന കരുണാമയി, കരളുരുകി കരയും നിന്നരുമയാം മക്കളെ കനിവോടെ കരുതുന്ന കരുണാമയി, വിനകളകറ്റി നിൻ സുതരാം ഞങ്ങളെ അറിവോടെന്നും കാത്തിടണേ. മരിയാമ്പികേ വരദായികേ ആശ്രയം നീ വിമലാ